2028 താജുൽ ഉലമയും ബാഖിയാത്തിൽ തന്റെ ഗുരു ജബ്ബാർ ഹദ്റത്തോരും തന്നെ ആദം ഹദ്റത്തെന്നോരും 928 താജുൽ ഉലമയും ബാഖിയാത്തിൽ തന്റെ ഗുരു ജബ്ബാർ ഹദ്റത്തോരും തന്നെ ആദം ഹദ്റത്തെന്നോരുമേ അബ്ദുർറഹീം ഹദ്റത്തെന്നോരുണ്ടേ ആരും നമ്മെ ശൈഖേ നോട്ടം കൊണ്ടേ മുതഅല്ലിമെന്ന മുദർരിസാണേ മുസ്തഫ അലിം പോൽ പലരുമുണ്ടേ 928 താജുൽ ഉലമയും ബാഖിയാത്തിൽ തന്റെ ഗുരു ജബ്ബാർ ഹദ്റത്തോരും തന്നെ ആദം ഹദ്റത്തെന്നോരുമേ. വർഷങ്ങൾ ഓരോന്ന് കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ 928 എത്തിയപ്പോ ശൈഖുനയത ഉപരിപഠനത്തിന് വേണ്ടി തെന്നിന്ത്യയിലെ ഉന്നത മതകലാലയമായ ഉമ്മുൽ മദാരിസിലേക്ക് അഥവാ ബാഖിയാത്തിലേക്ക് ശൈഖുനയ പുറപ്പെടുകയാണ്. അങ്ങനെ 928 ശൈഖുന ബാഖിയാത്തിൽ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് 919 തന്നെ ബാഖിയാത്തിന്റെ ബാനി ഹസ്രത്ത് വഫാത്തായി. ആ വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ ദിയാഉദ്ദീൻ ഹസ്രത്താണ് അന്ന് ബാഖിയാത്തിന്റെ പ്രിൻസിപ്പൽ. ആ ബഹുമാനപ്പെട്ടവരരികിലേക്കാണ് അന്ന് ശൈഖുന ചെല്ലുന്നത്. ബാനി ഹസ്രത്തിന്റെ അന്നത്തെ പ്രധാനപ്പെട്ട ശിഷ്യർ ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ ഹസ്രത്തും ഷെയ്ഖ് ആദം ഹസ്രത്തും ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ഗുരുവായിട്ട് വെല്ലൂർ ബാഖിയാത്തിൽ അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ശൈഖുന അവിടെ നിന്ന് കിട്ടുന്ന അറിവുകളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ചരിത്രം കേൾക്കുമ്പോ ശൈഖുന ഓതിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് അല്ല. ശൈഖുനയുടെ പഠനം അങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുന്ന പതിവില്ല. ക്ലാസ് ഒന്ന് കേട്ടാൽ അതവിടെ സേവ് ചെയ്യാൻ കഴിവുള്ള അത്രയും മെമ്മറി പവർ ആ ശൈഖുനാക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പഠിച്ചു വെച്ച അറിവ് അത്രത്തോളം ഓതിയിരുന്ന് ഇങ്ങനെ മെനക്കെട്ട് പഠിക്കുന്ന സ്വഭാവം ശൈഖുനാക്കില്ലായിരുന്നു. എന്നാലും കിട്ടുന്ന അറിവുകൾ ഇവിടെ നിന്നാണോ ലഭിക്കുന്നത് അതൊക്കെ കോരിയെടുക്കുന്ന സ്വഭാവം ശൈഖുനാക്കുണ്ടായിരുന്നു. മാത്രമല്ല പഠനത്തോടൊപ്പം ശൈഖുന ഒഴിവ് കിട്ടുന്ന സമയത്ത് ശൈഖുന ബാഖിയാത്തിലെ കുത്തുബ്ഖാനയിൽ ചെല്ലും. ആ കുത്തുബ്ഖാനയിൽ ചെന്നിട്ട് അവിടെ നിന്ന് മുതാല ചെയ്തുകൊണ്ട് സമയം അങ്ങനെ ചെലവഴിക്കും. സെബുക്കുകൾ, അധ്യാപനങ്ങള്, അങ്ങനെ പല പ്രമുഖന്മാരായ ആളുകൾക്കും ബാഖിയാത്തിൽ വെച്ച് ശൈഖുന ഒരുപാട് കിതാബുകൾ ഓതിപ്പെടുത്തിട്ടുണ്ട്. മുദർരിസും പ്രിൻസിപ്പാളും അഥവാ ആ ബാഖിയാത്തിലെ അന്നത്തെ മുദർരിസും പ്രിൻസിപ്പാളുമായിരുന്ന മുഹമ്മദ് അബൂബക്കർ ഹസ്രത്ത് ശൈഖുനയിൽ നിന്ന് ഫത്ഹുൽ മുഈൻ ഓതിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശൈഖുനയുടെ അറിവിന്റെ ആഴം എത്രയാണ്! ഈ 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടോ ഇന്നത്തെ രാവ് മുഴുവൻ അവിടുത്തെ വിജ്ഞാനത്തിന്റെ ആ സംഭവ വികാസങ്ങൾ ഇവിടെ അവതരിപ്പിച്ചാൽ തീരുന്ന ഒന്നല്ല ശൈഖുനയുടെ അറിവ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, ശൈഖുന